തുടർച്ചയായ അഞ്ചാം ദിവസവും ദില്ലി മെട്രോ സർവീസുകൾ പ്രത്യേകിച്ച് മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയും. നമ്മളുള്ളത് മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷൻ്റെ ഇപ്പോൾ ഗേറ്റുകൾ അടച്ചുകൊണ്ടിരിക്കുന്നു. 7:30 സമയം. 7:30 മുതലാണ് സാധാരണ ദിവസങ്ങളിൽ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ യുവാക്കളുടെ ഒരു വലിയ നിര ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവസാനമായി ഒരു കുട്ടി ഓടിക്കയറുന്നത് കാണാൻ കഴിയുന്നുണ്ട് അടയ്ക്കുന്നതിന് മുൻപ്. അതായത് യുവാക്കളും ഒപ്പം മറ്റ് പ്രതിഷേധക്കാരൊക്കെ ഈ ജന്തർ മന്ദറിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നത്. ഇന്ന് 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരിക്കുന്നത്. അത് ന്യൂദില്ലി അടക്കമുള്ള മെട്രോ സ്റ്റേഷനുണ്ട്, അതോടൊപ്പം തന്നെ ജൻപത്ത്, അതോടൊപ്പം പട്ടേൽ ചോക്കുണ്ട്, രാജീവ് ചോക്കുണ്ട്. അങ്ങനെ ഈ മണ്ഡി ഹൗസുമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ ജന്തർ മന്ദറുമായി അടുത്ത് നിൽക്കുന്ന മെട്രോ സ്റ്റേഷനാണ് ഇന്നും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. തുടർച്ചയായി മെട്രോ സ്റ്റേഷൻ അടയ്ക്കുന്നത് ജനജീവിതത്തെ വലിയ തരത്തിൽ ദുസ്സഹമാക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്, പക്ഷേ മെട്രോ സ്റ്റേഷൻ എന്താണെങ്കിലും അടച്ചിരിക്കുന്നു. 7:30 ആകുമ്പോഴേക്കുമാണ് അടയ്ക്കുന്നത്. 7:30 ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. വന്നവർ ഇപ്പോൾ തിരിച്ചു മടങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ തരത്തിൽ ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രതിഷേധക്കാർ എത്താതിരിക്കുന്നതിൻ്റെ ഭാഗമായാണ്, എത്താതിരിക്കാൻ വേണ്ടി നടപടിയുടെ ഭാഗമായാണ് ഇങ്ങനെ ഈ മണ്ഡി ഹൗസ് അടക്കമുള്ള മെട്രോ സ്റ്റേഷൻ അടച്ചുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്, ദില്ലി പോലീസ് എടുത്തിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സമാനമായി തന്നെ എല്ലായിടത്തും മെട്രോ സ്റ്റേഷൻ അടച്ചിരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നും ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഈ പറഞ്ഞ ജന്തർ മന്ദിർ അടക്കമുള്ള ഇടങ്ങളിൽ ലഭ്യമല്ല എന്നും എടുത്തു പറയണം. തുടർച്ചയായ ദിവസങ്ങളിൽ നെറ്റ് സേവനവും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും ശനി ഞായർ ദിവസങ്ങളാണ് കൂടുതൽ പ്രതിഷേധക്കാർ എത്താൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. സ്വാഭാവികമായും പ്രതിഷേധക്കാർ കൂടുതൽ എത്തുമ്പോൾ അത് വലിയ തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതോടൊപ്പം വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കും. അത്തരത്തിൽ സംഘർഷ സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ വിശദീകരിക്കുമ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള പാർട്ടികളിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒപ്പം കേന്ദ്ര സർക്കാർ തങ്ങളെ ഭയക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്യുന്നുണ്ട്. ആണെങ്കിലും ദില്ലിയിലെ മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷൻ അടക്കമുള്ള 18 മെട്രോ സ്റ്റേഷൻ ഇന്നിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ഇതേപടി തുടരുകയാണെങ്കിൽ മെട്രോ സ്റ്റേഷൻ തുറക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഇതുപോലെ രാവിലെ 7:30 അടച്ച് അർദ്ധരാത്രി മാത്രം തുറക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയാണുള്ളത്. ഇത് ദിവസേന ജോലിക്ക് പോകുന്ന ആൾക്ക് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും പ്രതിഷേധക്കാർ കൂടുതലായി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ശനി ഞായർ ദിവസങ്ങളാണ്, അവധി ദിവസങ്ങളാണ്. സാധാരണയായി ഉള്ളിയേക്കാൾ കൂടുതൽ പ്രതിഷേധക്കാർ എന്താണെങ്കിലും പ്രതിഷേധത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇന്നും ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ കണക്കാനുള്ള സാധ്യത ഇന്നും കണ്ടുവരുന്നു. വീടിന് പരമ്പരയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.